റഹീം എത്തുന്ന വിമാനമാണ് കരിപ്പൂരിൽ ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ദീപക് തർമ്മടം തത്സമയം ചേരും. അവിടെ നിന്ന് അല്പ നിമിഷങ്ങൾക്കകം ഈ വിമാനം ഇറങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു ലോകത്തിലെ ലക്ഷക്കണക്കിന് മലയാളികൾ. കരിപ്പൂരിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വിമാനത്തിൻ്റെ ഉള്ളിൽ അബ്ദുൾ റഹീമുണ്ട്. ഒരുപക്ഷെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി അയാളുടെ കാലുകൾ ഇവിടെ പതിയാൻ പോകുന്നത്. ഈ ഫറൂഖിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് പോയാൽ അപ്രതീക്ഷിതമായി ഒരു കേസിൽ പെട്ടുപോവുകയും ആ കേസിൽ ജയിലിലാവുകയും അവസാനം വധശിക്ഷ കോടതിയിൽ നിന്ന് വാങ്ങുകയും അവസാനം ആ വധശിക്ഷ ഇല്ലാതാവുകയും ലോക മലയാളികൾ ഒന്നിച്ചു നിന്ന് ഇതേ വിമാനത്തിൽ റഹീമിനെ മടക്കി കൊണ്ടുവരുന്നു എന്നുള്ള ഏറ്റവും സന്തോഷമുള്ള വാർത്ത. ഇത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഫറൂഖിലേക്ക് ലാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രത്യേകിച്ച് പെരുന്നാൾ ദിനത്തിൽ തന്നെ ഇദ്ദേഹം ഫറൂഖിലെ ഉമ്മയുടെ അടുത്തെത്തുന്നു എന്ന് പറയുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു സന്തോഷം ലോകത്തിലെ മലയാളികൾക്കുണ്ടാകും. ഈ ചിത്രം അബ്ദുൾ റഹീം വിമാനത്തിൽ കയറി റിയാദിൽ നിന്ന് വിമാനത്തിൽ കയറി ഇരുന്നതിന് ശേഷമുള്ള ചിത്രമാണ് അവിടെ നിന്ന് നമുക്ക് അയച്ചു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരാളിൻ്റെ കാര്യം ഒരാളിൻ്റെ അല്ല 1000 കണക്കിന് ആൾക്കാരുടെ കാര്യം എടുത്തു പറയുന്ന ഒരു ദിവസമായിരിക്കും ഇന്നെന്ന് എനിക്ക് തോന്നുന്നു. ദീപക് തർമ്മടം എയർപോർട്ടിൽ നിന്നും തത്സമയം ശരിയാണ്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ അജി കുഞ്ഞുമോനും അവിടെ വീട്ടിലുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ ഫറൂഖിലെ വീട്ടിൽ ഇപ്പോൾ വലിയ ആഹ്ലാദത്തിൻ്റെ പൂത്തിരിയാകും. കാരണം ഈ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, കരിപ്പൂരിൽ വിമാനം ഇറങ്ങിക്കഴിഞ്ഞു. ഈ ദൃശ്യം നിഖിൽ പ്രമേഷാണ് ഈ ദൃശ്യം നമുക്കിപ്പോൾ അയച്ചു തന്നത്. വിമാനം ഇറങ്ങുന്ന ഈ ദൃശ്യം ഒരുപക്ഷെ ഈ വിമാനം ലാൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രയോ മനുഷ്യർ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഉണ്ടായിരിക്കുന്നത്. റിയാദിലെ ജയിലിൽ ഏത് സമയവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം എന്ന് കാത്തിരുന്ന ഒരു മനുഷ്യൻ ഒരു പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ലോക മലയാളികൾ കൈകോർത്തപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ മണ്ണിൽ കരിപ്പൂരിൻ്റെ മണ്ണിലേക്ക് ഈ വിമാനം ഇറങ്ങുമ്പോൾ എന്തായിരിക്കാം അബ്ദുൾ റഹീം ആലോചിക്കുക എനിക്കറിയില്ല. ഒരുപക്ഷെ 2 പതിറ്റാണ്ടിലധികം ജയിലിൽ കിടക്കുക, അതിൽ നിന്ന് മോചിതനായി മടങ്ങി വരിക. ഒരുപക്ഷെ പല ആളുകളും ഇത്രയധികം പണം സ്വരൂപിക്കാൻ കഴിയില്ല, ഇത് റഹീമിൻ്റെ തലവിധിയാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന്. നിഖിലെ, ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്, പറയൂ. വലിയ പെരുന്നാൾ വളരെയധികം സന്തോഷം നൽകുന്ന പെരുന്നാളായി മാറുന്നു. മലയാളികൾക്കെല്ലാം തന്നെ അല്പസമയം മുൻപ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ഈ ടേബിൾ ടോപ്പ് റൺവേയിലേക്ക് 20 വർഷമായി ജന്മനാട് കണ്ടിട്ടില്ലാത്ത, ഉറ്റവരെ കണ്ടിട്ടില്ലാത്ത, ഉടയവരെ കണ്ടിട്ടില്ലാത്ത, ഉമ്മയെ കണ്ടിട്ടില്ലാത്ത അബ്ദുൾ റഹീം അല്പസമയം മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്നിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും. എന്തായാലും മറ്റെല്ലാ നടപടികളും പൂർത്തിയാക്കി ഇന്ന് രാവിലെ മുതൽ തന്നെ ഞാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുതൽ ഒരുപാടധികം ആളുകൾ അബ്ദുൾ റഹീമിനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ആ എയർ ഇന്ത്യ എക്സ്പ്രസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഇൻഡിഗോ വിമാനം റൺവേയിലൂടെ ഇപ്പോൾ ടാക്സി ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അതിനപ്പുറത്തായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യസമയത്താണ് 7:32 ഇവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. എയർ ഇന്ത്യയുടെ IX322 വിമാനമാണ് ഇപ്പോൾ കരിപ്പൂരിന്റെ റൺവേ തൊട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇനി മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി അബ്ദുൾ റഹീം പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഒരുപാടധികം ആളുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഒരു ദീർഘകാലത്തെ കാത്തിരിപ്പാണ് അബ്ദുൾ റഹീമിന്റെ ഈ മടക്കത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ അവർക്കെല്ലാവർക്കും തന്നെ, ഈ കാത്തിരിക്കുന്ന ആളുകളിലേക്കെല്ലാം തന്നെ ഈ പെരുന്നാൾ ദിനത്തിൽ സ്നേഹമെത്തിച്ച് പ്രാർത്ഥനകൾ എത്തിച്ച് അബ്ദുൾ റഹീം തിരിച്ചെത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയധികം കാലം ഫറോക്ക് സ്വദേശിയായിട്ടുള്ള എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് അബ്ദുൾ റഹീം. അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടുള്ള നീണ്ട കാത്തിരിപ്പിലായിരുന്നു നാട്ടുകാരും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളും എല്ലാവരും തന്നെ. ഈ ഏറ്റവും ഒടുവിൽ ഈ ദിയാദനം നൽകി അദ്ദേഹത്തിന് തടവ് ശിക്ഷയിൽ നിന്ന് മോചിതനായി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ എല്ലാവരും കാത്തിരിപ്പിലായിരുന്നു. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദിവസം തന്നെ, അതായത് വലിയ പെരുന്നാൾ ദിനത്തിൽ തന്നെ, ഒരു ത്യാഗത്തിന്റെ ദിവസത്തിൽ തന്നെ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പക്ഷേ ആ ഉമ്മയുടെ ലോക
രാജ്യത്തെമ്പാടുമുള്ള ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് കൂടി നമ്മൾ കാണേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഈ സൗദി അധികൃതർ ഇമിഗ്രേഷൻ നടപടികളിലേക്ക് കടന്നതിന് പിന്നാലെയാണ് മോചന ഉത്തരവിലൊക്കെ ഒപ്പുവെച്ച് എക്സിറ്റ് വിസയിലും സൗദി അധികൃതർ ഒപ്പുവെച്ചതിന് ശേഷവും ഒരുപക്ഷെ റഹീമിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയും ആശങ്കയും ഒക്കെയായിരുന്നു. അതായത് നാട്ടിലെത്തുന്നത് വരെ ആശങ്കയാണ് എന്നാണ് ഇന്ന് രാവിലെ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന് അജി കുഞ്ഞുമോനുമായി അവിടുത്തെ ആളുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിമാനത്തിൽ ഇന്നലെ രാത്രി 11:55 കയറി ഇന്നിപ്പോൾ കരിപ്പൂരിന്റെ ആകാശത്ത് അബ്ദുൾ റഹീം എത്തിച്ചേർന്ന കരിപ്പൂരിന്റെ റൺവേയിൽ അബ്ദുൾ റഹീം എത്തിച്ചേരുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഈ പെരുന്നാൾ ദിനത്തെ ഇരട്ടി സന്തോഷത്തിലാക്കുന്നു അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യം. നമുക്കറിയാം അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. സമാനതകൾ ഇല്ലാത്ത തരത്തിൽ ആ വലിയ തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി നടത്തി. മറ്റെല്ലാ സാഹചര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ക്രൗഡ് ഫണ്ടിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് 2024 ജൂലൈയിലാണ് സൗദി കോടതി ദിയാധനം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ റഹീമിന്റെ വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികൾ, ഇപ്പൊ അധിക ലഗേജോ കാര്യങ്ങളോ ഒന്നും തന്നെ അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് കൊണ്ടുവരാനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തുകയാണ്. അദ്ദേഹത്തോടൊപ്പം എല്ലാ സഹായവും ചെയ്ത റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും ഈ വിമാനത്തിലുണ്ട്. അവരും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.